ഡെലിവറിക്ക് ശേഷം നിങ്ങൾ സ്ട്രെസ്സാണോ ടയേർഡാണോ എന്നാൽ നിങ്ങൾ നേരെ ആയുർവേദത്തിലേക്ക് വിട്ടോളൂ. നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ്. അപ്പം അവിടെ ഞാൻ എത്തിപ്പെട്ടത് 16 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. കാരണം എൻ്റെ സെക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ 14 ദിവസം കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. ഞാൻ 2 ഡേയ്സ് കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ആയുർവേദത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ അവിടുത്തെ റൂമും കാര്യങ്ങളാണ് ഇത്. നിങ്ങളിപ്പോൾ ഞാൻ ആകെ ഒരു റൂമേ കാണിക്കുന്നുള്ളൂ. അവിടെ 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ. അവിടുത്തെ പാക്കേജ് വരുന്നത് 7, 14, 21, 28, 40 അങ്ങനെയുള്ള ഡേയ്സുകളാണ്. നിങ്ങൾക്ക് ഏത് എത്ര ഡേയ്സ് ആണോ വേണ്ടത് അത്ര ഡേയ്സിൻ്റെ പാക്കേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഹെയർ മസാജ്, ഹെയർ പാക്ക്, ഹെഡ് മസാജ്, ഹെഡ് പാക്ക്, ബോഡി മസാജ്, ബോഡി പാക്ക്. അതുപോലെ തന്നെ നമുക്ക് പ്രസവിച്ചാൽ കഴിഞ്ഞാൽ തുണി കെട്ടേണ്ടതുണ്ട്. അത് അവർ നല്ല ഭംഗിയായിട്ട് കെട്ടിയിട്ട് വയറൊക്കെ കുറച്ച് തരുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി ഒരു ചേച്ചിയുണ്ട്, നല്ല ചേച്ചിയാണ്. അതുപോലത്തെ അവിടുത്തെ സർവീസും കാര്യങ്ങളൊന്നും എനിക്ക് ഒരു കംപ്ലൈൻറ്റും അവിടുത്തെ റൂമൊക്കെ നല്ല ക്ലീനാണ്, പുതിയ ഫ്ലാറ്റാണ്. അതുപോലെ തന്നെ അവിടെ ഡോക്ടേഴ്സ് ആയാലും ചേച്ചിമാരായാലും അതുപോലത്തെ ക്ലീനിങ് ആയാലും ഫുഡ് ചേച്ചിയായാലും എല്ലാവരും നല്ല ചേച്ചിമാരൊക്കെയാണ്. ഇത് അവരുടെ ട്രീറ്റ്മെൻറ്റ് റൂമാണ് കേട്ടോ. ട്രീറ്റ്മെൻറ്റ് റൂമിൽ 2 ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ട്. അവിടെ കുറേ ഇതുണ്ട് ചികിത്സ. നമുക്ക് എന്താണോ ഏതാണോ വേദനകൾ, എവിടെയാണോ വേദന, അതിനനുസരിച്ച് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം നമുക്ക് ഞാൻ അവിടെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൈവേദന, കാൽവേദന, നടുവേദന ഒക്കെ ഉണ്ടായിരുന്നു. കുറേ വേദനകളായിരുന്നു. 3/4 ഭാഗം എന്നെ റിലീഫാക്കിയിട്ട് തന്നു. അവിടുത്തെ ട്രീറ്റ്മെൻറ്റുള്ള 3 ചേച്ചിമാരുണ്ടായിരുന്നു. 3 ചേച്ചിയും നല്ല എനിക്കുള്ള വേദനകൾ അറിഞ്ഞിട്ട് അവർ ചികിത്സിക്കുന്ന പോലെയാണ് എന്നെ അവർ നോക്കിയിട്ടുണ്ടായത്. അത്രക്കും നല്ലതായിട്ട് അവരെന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോരുന്ന സമയത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ചേച്ചിയായാലും ക്ലീനിങ് ആക്കുന്ന ചേച്ചിയായാലും കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ചേച്ചിയായാലും അതുപോലെ തന്നെ അവിടുത്തെ മാനേജർ, ഡോക്ടേഴ്സ് എല്ലാവരും നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു. എന്നും പുഞ്ചിരി മാത്രമേ ഉള്ളൂ അവരുടെ മുഖത്ത്. എനിക്ക് 21 ദിവസം തീർന്ന വഴി കണ്ടിട്ടില്ല. പിന്നെ അവിടുത്തെ ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോട്ടീൻസായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെയാണ്. പേഷ്യൻറ്റിന് 7 നേരം ഫുഡും അതുപോലെ തന്നെ കൂടെ ഉള്ളവർക്ക് 3 നേരം ഫുഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. പച്ചക്കറികളാണ് കൂടുതലും. നോൺ വെജ് ഉണ്ട്, ചിക്കനും അതുപോലെ തന്നെ മുട്ടയും പിന്നെ ചെറിയ മീനൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. കാരണം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് അവർക്ക് തരുന്നത്. പിന്നെ വൈകുന്നേരം സ്നാക്കിൻ്റെ കൂടെ അവർ വേവിച്ച സ്നാക്സൊക്കെയാണ് തരുന്നുള്ളത്. അതുപോലെ തന്നെ ചിക്കൻ സൂപ്പുണ്ട്, മട്ടൻ സൂപ്പുണ്ട്, അതുപോലെ തന്നെ വെജ് സൂപ്പുണ്ട്. പിന്നെ അവൽ വറുത്തത്, അതുപോലെ രാവിലെ ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ദോശ, ചമ്മന്തി, അങ്ങനെ ഓരോ ദിവസം ഓരോ വെറൈറ്റികളാണ് അവിടുത്തെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡും കറികളൊക്കെയാണ് നമുക്ക് ടൈം ടു ടൈമാണ് കൊണ്ടുതരുന്നുള്ളത്. കൂടെയുള്ളവർക്ക് 3 നേരവും, നമുക്ക് പേഷ്യൻറ്റിന് 7 നേരമാണ് ഫുഡ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ കഷായവും അവർ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് പാല് കുറവായിരുന്നു, അപ്പോൾ അനുസരിച്ച് അവർ പാലിൻ്റെ കൂടെ പൗഡർ ഇട്ടിട്ട് പാല് അധികമാകാൻ വേണ്ടി പൗഡർ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്ത് അസുഖങ്ങളാണ് അതിനുള്ള ചികിത്സയും അവർ അവിടെ പാക്കേജിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അതുകൂടാതെ നമുക്ക് വൈകുന്നേരം ഓരോ ദിവസം ഓരോ റെസിപ്പികളാണ്, ഫുഡാണ് നമുക്ക് തരുന്നുള്ളത്. ജ്യൂസ് ആയാലും ഷമാം ജ്യൂസ്, അതുപോലെ അനാർ ജ്യൂസ്, പിന്നെ ഇതിപ്പം റാഗിയിലുള്ള അടയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, അതും അടിപൊളിയാണ്. എനിക്ക് അവിടുത്തെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ ഓൾറെഡി ഡെലിവറി ചെയ്യാനുള്ളവരാണോ, അതല്ല നിങ്ങൾക്ക് ഡെലിവറി ചെയ്തിട്ട് ഡ്രസ്സൊക്കെ കൂടുതലാണെങ്കിൽ മസ്റ്റായിട്ട് കാഞ്ഞങ്ങാടുള്ള ആയുർവേദത്തിൽ പോയി ട്രീറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് ഉലുവ ഇട്ട കഞ്ഞിയാണ്, അപ്പം അതും അടിപൊളിയാണ്, റാഗി മുത്താറി. അപ്പോൾ നിങ്ങൾ നല്ല നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാഞ്ഞങ്ങാടുള്ള ആയുർവേദത്തിലേക്ക് നിങ്ങൾ പോവുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതിന് സ്റ്റേ ട്യൂൺ വിത്ത് F35.